സാധിക്കും സകലം സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകി നീ ചേതസിങ്കലിരിക്ക കൊണ്ടു ജനനീ ചൈതന്യമായി എപ്പോഴും ബോധിപ്പിപ്പതശേഷമംബുധിയിൽ വന്ന് ഏറിക്കലർന്നീടും അസ്രോതസ്സെന്ന കണക്ക് നിന്നടിയിൽ വന്ന് ഏറുന്നു മാറുന്നിതേ. നാരായണ ഗുരു. ആത്മോപദേശ ശതകത്തിലെ 1-ാമത്തെ ശ്ലോകം, 1-ാം ധ്യാനം. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിരേണം. ഓതിടേണം എന്നുപദേശിച്ചിരിക്കുന്നു. വേദമല്ലേ ഓതേണ്ടത്? ഇതുതന്നെയാണ് നമ്മുടെ വേദം. ഋഷീശ്വരനും പരമാചാര്യനുമായ നാരായണ ഗുരു കാരുണ്യപൂർവം അരുളിച്ചെയ്ത വേദവും വേദാന്ത നവനീതവുമാണ് ആത്മോപദേശ ശതകം. ഇത് ഓതുവാൻ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം പ്രകാശമായിരിക്കുന്ന സർവേശ്വരനെ ഭക്തിപൂർവം വണങ്ങാം. ഇവിടെ കരുവെന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാറ്റിനും കാരണമായിരിക്കുന്ന പരമ്പൊരുളിനെ ഉദ്ദേശിച്ചാണ്. കണ്ണ് തുറന്നിരിക്കുമ്പോൾ നാം ബാഹ്യമായ വസ്തുക്കളെ കാണുന്നു, ആളുകളെ കാണുന്നു, ഓരോ സംഭവവും നടക്കുന്നതായി അറിയുന്നു. അപ്പോഴെല്ലാം ഞാനെന്നും എൻ്റേതെന്നും ഞാൻ അല്ലാത്തതെന്നും എൻ്റേതല്ലാത്തതെന്നും ഓർത്തുപോകുന്നു. ആ ഓർമ്മയിൽ നിന്നും മനസ്സിനെ പിന്നെയും ആന്തരിക ജ്യോതിസായിരിക്കുന്ന ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവമേ, ഇതെല്ലാം നീ തന്നെ. ഈ കാണപ്പെടുന്ന പ്രപഞ്ചമെല്ലാമായി പ്രകാശിക്കുന്നത് നീ മാത്രമാണ്. നിന്നെ തന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങളായി കാണുന്നു, ഭാര്യ ഭർത്താക്കന്മാരായി കാണുന്നു, അന്യരായി കാണുന്നു. ഈ അവസരത്തിൽ നീ തന്നെയാണ് ഇതെല്ലാം എന്ന് ഞങ്ങൾ മറന്നു പോകുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പെരുമാറ്റത്തിൽ ഭവ്യത ഇല്ലാതായിത്തീരുന്നു. ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത കുറഞ്ഞു പോകുന്നു. അറിയാതെ ഞങ്ങൾ അനാദരവ് കാണിച്ചു പോകുന്നു. കാരുണ്യത്തിൻ്റെ നിറകുടമായ സർവേശ്വര, ഞങ്ങളെ അനുഗ്രഹിച്ച് ഉൾക്കണ്ണു തുറന്നു തരുമാറാകണേ. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നീ തന്നെ ബാലരൂപം പൂണ്ട് വിളയാടുകയാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ആഹ്ലാദിക്കട്ടെ. ഏവരുടെയും കണ്ണിൽ നിന്റെ ചൈതന്യം പ്രകാശിക്കുന്നത് വ്യക്തമായി കാണുവാൻ വരം തരേണമേ. എല്ലാ ശബ്ദങ്ങളിലും
നിന്റെ വൈഖരി വിലാസം കേൾക്കുമാറാകണേ. ഞാൻ ഒരു വ്യക്തി എന്ന അറിവിനു പകരം ഞാൻ ഈ സമഷ്ടിയുടെ ദിവ്യമായ ഒരംശം എന്ന അറിവു തന്ന് അനുഗ്രഹിക്കുമാറാകണേ. ഈ പ്രാർത്ഥന എന്നും നമ്മുടെ ഹൃദയ കമലത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ആത്മോപദേശ ശതകത്തിലെ 1-ാമത്തെ ശ്ലോകത്തെ ഒരു ദിവ്യ മന്ത്രമായി കരുതി നമുക്കത് മനപാഠമാക്കാം. ഗാഢമായി മനനം ചെയ്ത് അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു പോകാം. ഏതൊരു ഋഷിയുടെ ദിവ്യ സൂക്തമാണോ നാം ഭക്തിപൂർവം മനനം ചെയ്യുന്നത്, ആ പരമഗുരുവിൻ്റെ കാരുണ്യം നമ്മെ സർവേശ്വരനിലേക്ക് നയിക്കട്ടെ.